ഹായ് വെൽക്കം ടു കോഡിയോറേക്ക. ഇന്ന് നമ്മൾ നോക്കുന്ന AI ഉപയോഗിച്ച് ഫ്രീ ആയിട്ട് ഇമേജസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടൂളാണ്. ഈ ടൂളിന്റെ പേര് പിക്ലൂമൻ എന്നാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് ജനറേറ്റ് ഫോർ ഫ്രീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള നമുക്ക് ഇമേജസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് പിക്ലൂമൻ. അപ്പോൾ ഇതിൽ നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. ഇത് ഫ്രീ ആയിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. അപ്പോൾ നമുക്ക് തന്നെ ഈ ജനറേറ്റ് ഫോർ ഫ്രീ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ നമ്മൾ ഗൂഗിൾ ഉപയോഗിച്ചിട്ടോ ആപ്പിൾ ഉപയോഗിച്ചിട്ടോ നമുക്ക് ആപ്പിളിൻ്റെ അക്കൗണ്ട് ഉപയോഗിച്ചിട്ടോ ചെയ്യാം. ഞാനിപ്പോൾ ഗൂഗിൾ ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുകയാണ്. ഇപ്പോൾ ഗൂഗിൾ സെലക്ട് ചെയ്യുക, അതിനുശേഷം നമ്മുടെ ഇമെയിൽ ഐ ഡി പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലോഗിൻ ആവും. അപ്പോൾ നമുക്ക് ലോഗിൻ ആയി ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ഹോം സ്ക്രീൻ ഇങ്ങനെയാണ് കാണുന്നത്. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് ഇമേജസ് ഓരോരുത്തരും ജനറേറ്റ് ചെയ്ത് നമുക്കിവിടെ കാണാനും ഇത് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇത് കണ്ടോ, ഇതിൽ നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും, കോപ്പി ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ പ്രോംപ്റ്റ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. കോപ്പി ഇൻഫോ ഉണ്ട്, കണ്ടോ, ഇവിടെ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ ഒരുപാട് ഇമേജസ് ഈ കമ്മ്യൂണിറ്റിക്കകത്ത് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് തന്നെ ഇവിടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഫീച്ചേർഡ് ട്രെൻഡിങ് ന്യൂ ഇതെല്ലാം നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഇത് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഇപ്പോൾ അതുപോലെ തന്നെ അടുത്തതാണ് ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഈ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള നമുക്ക് ഇമേജസ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടത് ഇവിടെയാണ് നമ്മുടെ പ്രോംപ്റ്റ് കൊടുക്കേണ്ടത്. എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമ്മളിവിടെ പ്രോംപ്റ്റ് കൊടുക്കുക. ഇത് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സൈസും ഇതൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തന്നെ ഇവിടെ കണ്ടോ, ഇത് ആസ്പെക്ട് റേഷ്യോയും ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് എത്ര നമ്പർ ഓഫ് കോപ്പീസ് വേണം എന്നുള്ളതെല്ലാം നമുക്ക് ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണിക്കും. നമുക്കിപ്പോൾ ആസ്പെക്ട് റേഷ്യോ 16:9 സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് താഴെ കണ്ടോ ഇമേജസ് പെർ ബാച്ച് എന്ന് പറയുന്നത് നമുക്ക് 2 വരെ ഫ്രീ ആയിട്ട് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എത്ര എണ്ണം വേണമെങ്കിലും ജനറേറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ 2 സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ഒരു ഇമേജിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ചിട്ടുള്ള ഇമേജ് അത് ജനറേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇവിടെ ഒരു ഇമേജ് ഇപ്പം നമുക്ക് സിമ്പിളായിട്ട് കൊടുക്കുകയാണെങ്കിൽ ക്രിയേറ്റ് ഇമേജ് ഓഫ് ലോഡ് ബുദ്ധ എന്ന് കൊടുക്കാം. ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ചുള്ള ഇമേജ് ഇത് പെട്ടെന്ന് ജനറേറ്റ് ചെയ്ത് തരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, ഇതിപ്പോൾ ജനറേറ്റ് ചെയ്ത് തരും. ഇതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജസ് അത് ജനറേറ്റ് ചെയ്ത് തരും. കേട്ടോ, ഇപ്പോൾ 2 ഇമേജ് ഇത് ജനറേറ്റ് ചെയ്ത് തന്നു. ഇനി അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും വേണം, ബാക്ക്ഗ്രൗണ്ട് ഇന്നത് വേണം, അതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ഇമേജ് ജനറേറ്റ് ചെയ്ത് തരും. ഇത് കണ്ടോ, ഇതിപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വലുതായി വരും. അതിനുശേഷം തന്നെ ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡ് ആയിട്ട് വരും. കണ്ടോ, ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഈ സൈഡിൽ കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ഡിലീറ്റ് ബട്ടൺ ഉണ്ട്, ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള ഓപ്ഷനെല്ലാം ഇവിടെ കാണാനായിട്ട് ഇത് കമ്മ്യൂണിറ്റിയിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് പോസ്റ്റ് കമ്മ്യൂണിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിൽ അത് പോസ്റ്റ് ആവും. ആർക്ക് വേണമെങ്കിലും അത് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു ബിസിനസ് വുമൻ്റെ ഇമേജ് വേണം. നമ്മുടെ ഒരു പ്രോജക്റ്റിലേക്ക് നമുക്കൊരു ബിസിനസ് വുമൻ്റെ AI ജനറേറ്ററുടെ ഇമേജ് വേണം. കോപ്പിറൈറ്റ് ഒന്നും ഇല്ലാത്ത ഒരു ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ അതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഇമേജ് ഇത് ജനറേറ്റ് ചെയ്ത് തരും. അതെങ്ങനെ ആ പ്രോംപ്റ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടി ChatGPT ഉപയോഗിച്ചിട്ട് ഒരു പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്ത് അതിവിടെ പേസ്റ്റ് ചെയ്താലും മതി. അപ്പോൾ നമ്മൾ ChatGPT പോകുന്നു, അതിൻ്റെ അകത്ത് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് ക്രിയേറ്റ് എ പ്രോംപ്റ്റ് ഫോർ AI ഇമേജ് ജനറേഷൻ ഫോർ ഹ്യൂമൻ ബിസിനസ് വുമൺ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ChatGPT നമുക്കൊരു പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്ത് തരും. ആ പ്രോംപ്റ്റ് നമ്മൾ അതുപോലെ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ച് എഡിറ്റ് വരുത്തി നമുക്ക് അവിടോട്ട് കോപ്പി ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. കോപ്പി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു ഇമേജ് അത് ജനറേറ്റ് ചെയ്ത് തരും. ഇവിടെ നമുക്ക് ChatGPT ഒരു പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. എ കോൺഫിഡന്റ് ഹ്യൂമൻ ബിസിനസ് വുമൻ സ്റ്റാൻഡിങ് ഇൻ എ മോഡേൺ ഓഫീസ് എൻവയോൺമെന്റ്, ഷീ ഈസ് വിയറിംഗ് എ പ്രൊഫഷണൽ നേവി ബ്ലൂ ബ്ലേസർ. ഇപ്പം നേവി ബ്ലൂ മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് കൊടുക്കാം, അല്ല വേറെ ഏതെങ്കിലും കളർ വേണം. അങ്ങനെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നമ്മൾ ഈ പ്രോംപ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം. ഇപ്പം നമുക്കൊരു ബിസിനസ് വ്യൂമൻ ഒരു മോഡേൺ ഓഫീസിൽ നിൽക്കുന്ന നീല കോട്ടൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന ഒരു ഇമേജാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇതാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി കൊടുത്താൽ മതി. then ഇവിടെ കൊണ്ടുപോയാൽ നമ്മളിത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ആസ്പെക്ട് റേഷ്യോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. എത്ര നമ്പർ 2 നമ്പേഴ്സ് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം ജനറേറ്റ് ചെയ്യുന്ന ഇമേജ് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജസ് ആണ് ഈ ഒരു ടൂൾ ജനറേറ്റ് ചെയ്ത് തരുന്നത്. വെയിറ്റ് ചെയ്യുക, അത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. കേട്ടോ, ഇപ്പോൾ 2 ഇമേജ് ഇത് ജനറേറ്റ് ചെയ്ത് തന്നു.
ഒരു ബിസിനസ് വിമൻ ഒരു മോഡേൺ എൻവയോൺമെന്റിൽ ഒരു ഓഫീസ് എൻവയോൺമെന്റിൽ നിൽക്കുന്ന ഇമേജസ് ആണ്. ഇത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജ് ആണ് ഇത് ജനറേറ്റ് ചെയ്തത് കേട്ടോ. 2 ഇമേജ് ഇതുപോലെ നമുക്ക് എത്ര ഇമേജ് വേണമെങ്കിലും വീണ്ടും വീണ്ടും ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഇത് കണ്ടോ, ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവും. ഇത് നമ്മുടെ പ്രൊജക്റ്റുകളിൽ കോപ്പിറൈറ്റ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ നമുക്കൊരു ഇമേജ് കൊടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജസ് ജനറേറ്റ് ചെയ്യണമെങ്കിലും ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ ഉണ്ട്. അത് നല്ല ഈ ക്രിയേറ്റ് വരിക. അതിനുശേഷം തന്നെ ഇവിടെ ഇത് കണ്ടോ, നമ്മളിപ്പോൾ പ്രോംപ്റ്റ് മാജിക് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അതിന് പകരം ഇമേജ് റെഫറൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇമേജ് കൊടുത്തിട്ട് അതിനനുസരിച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ഇമേജ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ഒരു ഇമേജ്, ഞാനിപ്പോൾ ഒരു മോഹൻലാലിൻ്റെ ഒരു ഇമേജ് നമുക്ക് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു ഇമേജ് കൊടുത്തു. ഇതിനനുസരിച്ചിട്ട് ഇതാണ്ട് ഇവിടെ നമുക്ക് ക്യാരക്ടർ സ്ട്രെങ്ത് എത്രത്തോളം ഇത് ഈ ക്യാരക്ടറുമായിട്ട് മാച്ച് ചെയ്യണമെന്നുള്ള ഞാൻ ഫുള്ള് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു 2 ഇമേജ് ഇതുപോലെ തന്നെ ഒരു 2 ഇമേജ് ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. കൊടുത്തു കഴിഞ്ഞാൽ ഇത് ജനറേറ്റ് ചെയ്ത് തരും. ജസ്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ അത് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തന്നെ ഇവിടെ അതിൻ്റെ ഒരു പ്രോഗ്രസ് ബാർ കാണുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് 2 ഇമേജ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. കണ്ടോ, നമ്മളിപ്പോൾ ജനറേറ്റ് ചെയ്തല്ലേ ഗാലറി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ജനറേറ്റ് ചെയ്ത ഇമേജസ് എല്ലാം അവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ക്രിയേറ്റീവ് വന്നിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഒരു കിടിലൻ ടൂളാണ് ഇത്. നിങ്ങൾക്ക് നമ്മുടെ പ്രോജക്റ്റുകളിലെല്ലാം കോപ്പിറൈറ്റ് ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോംപ്റ്റ് കൊടുത്തിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന നമ്മുടെ ഒരു ഇമേജ് ജനറേറ്ററാണ്. ഇതെല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച്.